ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഡൈമയുടെ എപ്പിസോഡ് 18ന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ തേർഡായി കിട്ടിയ ഗോമ ഗോക്കും ഫ്രണ്ട്സുമായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അവസാനം നമ്മുടെ ഗോക്കും ഫ്രണ്ട്സിനും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഗോക്കു സൂപ്പർ സൈൻ 3യിൽ മാറുന്നതുമാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ ഗോക്കുനെ കാണുന്ന പാൻസി ആണെങ്കിൽ ഇത് ഗോക്കു തന്നെയാണോ എന്ന രീതിയിൽ നോക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗ്ലോറിയോ, ഷിൻ, വെജിറ്റ, പിക്കലോ 4 പേരും ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ സൈൻ 3യിൽ മാറിയ നമ്മുടെ ഗോക്കു ഗോമയുടെ അടുത്തേക്ക് പറന്നുപോയി ഗോമയുടെ വയറിന് നോക്കി ഒരു പഞ്ച് കൊടുക്കുന്നു. ഇത് കാണുന്ന നമ്മുടെ ഗ്ലോറിയോ വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. നിന്നെ വിടില്ല എന്ന് പറഞ്ഞ ഗോമ പിന്നെയും ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഗോക്കു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഗോമയുമായിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ആകുന്നു. ഇത് കാണുന്ന നമ്മുടെ പാൻസിയും ബുൾമയും മാജിൻ ഡൂയും കൂവും ഒക്കെ ഗോക്കുവിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ട് ഹാപ്പി ആകുന്നു. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഇവരെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്ത് ഗോമയൊന്ന് തൊടാൻ കൂടി കഴിയുന്നില്ല. ഇപ്പോഴാണ് ഗോക്കുവിന് ജസ്റ്റ് ഗോമയുടെ കൂടെ പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കുന്നത്. അങ്ങനെ ഈ സമയം നമ്മുടെ മാജിൻ ഡൂ ആണെങ്കിൽ ഞാനും ഫൈറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഡൂയും അതുപോലെ തന്നെ ടെമഗാമയും ഗോക്കുവിനെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഗോമ തന്നെയാണ് കുറച്ചധികം പവർഫുൾ ആയിട്ടുള്ളത്. ഗോമയുടെ ഒരു അറ്റാക്കിൽ തന്നെ 3 പേരും തെറിച്ചു വീഴുന്നു. ഈ സമയമായിരിക്കും നമ്മുടെ മാജിൻ കൂ ഒരു കുക്കി എടുത്ത് നമ്മുടെ മാജിൻ ഡൂവിന് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ കൂ പറയും നിനക്കും പവർപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ചോട്ടാ ഭീമിലെ ഭീമൊക്കെ ലഡ്ഡു കഴിച്ച് പവർഫുൾ ആകുന്നില്ലേ, അതുപോലെ ഇവിടെ മാജിൻ ഡൂ കുക്കി കഴിച്ച് പവർഫുൾ ആകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗോക്കു സ്ക്രീം ചെയ്യുന്നത് കണ്ട് നമ്മുടെ ഡൂയും അതുപോലെ തന്നെ പവറപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ മാജിൻ ഡൂവിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോക്കുവിന്റെ സൂപ്പർ സൈൻ 3 പോലെ പുറകിലായി മുടി പോലുള്ളൊക്കെ ഒരു സംഭവം വരാൻ തുടങ്ങുന്നു. ഈ സംഭവം കുറച്ച് ഫണ്ണായിട്ടാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു സ്ക്രീം ചെയ്യുന്നത് അടിപൊളിയായിട്ടാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഡൂവിനെ കാണുന്ന അനൂസു ആണെങ്കിൽ ഇവൻ എന്ത് മാജിക് ആണ് യൂസ് ചെയ്യുന്ന രീതിയിൽ ഞെട്ടിക്കൊണ്ട് നോക്കുകയാണ്. അങ്ങനെ മാജിൻ ഡു, ഗോക്കു, ടെമഗാമി 3 പേരും ചേർന്ന് ഗോമയെ അടിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഇവർ ഫൈറ്റ് പോകുന്ന സമയത്താണ് നമ്മുടെ മാജിൻ ഗു നിന്നെ കൊണ്ട് കഴിയൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൂ ആണെങ്കിൽ ഒരുപാടധികം ഫൈറ്റ് ചെയ്ത് ടയേർഡായി അവിടെ നിൽക്കാൻ തുടങ്ങും. അങ്ങനെ ഈ സമയം മുതലെടുത്ത് നമ്മുടെ ഗോമയാണെങ്കിൽ ഡൂവിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെയും ഗോമയുടെ കൂടെ ഗോക്കും ടെമഗാമിയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ തേർഡ് ഐയുടെ പവർ വെച്ച് പിന്നെയും ഗോമ 2 പേരെയും താഴേക്ക് അടിച്ചിടുന്നു. നമ്മുടെ താഴെ വീണ ഗോക്കുവിന്റെ മുകളിൽ ഗോമ ചവിട്ടി പിടിച്ച് അതിനുശേഷം 2 പഞ്ചൊക്കെ കൊടുത്ത് ഇപ്പോൾ നമ്മുടെ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സൈൻ 3യിൽ തന്നെ മുഴുവനായും വീക്ക് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഗോമയുടെ ഒരു 3 ഫ്ലാഷിൽ ഗോക്കുവിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുന്നു. അങ്ങനെ നമ്മുടെ ഗോമ പറയും നിന്റെ കഥ ഇവിടെ തീർന്നു, നിങ്ങൾ എല്ലാവരും ഇവിടെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗോമ മുകളിൽ പോയി ഒരു വലിയ ഒരു സ്പിരിറ്റ് ബോംബ് പോലുള്ള ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. അങ്ങനെ ഗോക്കുവും എല്ലാവരും തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നെവ എന്ന നാമക്കൻ നമ്മുടെ ഗോക്കുവിന്റെ അടുത്ത് വന്ന് ആ ഒരു നെവയുടെ മാജിക് പവേഴ്സ് വെച്ച് ഗോക്കുവിന്റെ ബോഡിയിലുണ്ടായ ആ ഒരു ഗ്രേറ്റ് ടേപ്പിന്റെ മുഴുവൻ പവറും പുറത്തെടുത്ത് ഗോക്കു പതിയെ സ്ക്രീം ചെയ്ത് നമ്മളൊക്കെ ആ ഒരു ജിടിയിൽ കണ്ട ആ ഒരു സൂപ്പർ സൈൻ 4ലേക്ക് നമ്മുടെ ഗോക്കു മാറുന്നു. ശരിക്കും ഞെട്ടിപ്പോയി, അതുപോലെ തന്നെ രോമാഞ്ചം വന്നു. കാരണം ഒരിക്കലും നമ്മൾ ഈ ഒരു സൂപ്പർ സൈൻ 4 എന്ന ട്രാൻസ്ഫോർമേഷൻ ഡൈമയിൽ പ്രതീക്ഷിക്കുന്നില്ല. ഈ സമയം നമ്മുടെ ഗോമ ക്രിയേറ്റ് ചെയ്ത ആ ഒരു എനർജി ബോള് ഗോക്കുവിന് നേരെ അറ്റാക്ക് ചെയ്ത് എല്ലാവരും തീർന്നു എന്ന് നോക്കിയാൽ ഗോക്കു ആ ഒരു അറ്റാക്ക് ഗോമയുടെ നേരെ തന്നെ വിടുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയും സൂപ്പർ സൈൻ 4ൽ മാറിയ നമ്മുടെ ഗോക്കുവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ബോഡി മുഴുവനായും റെഡ് അല്ലെങ്കിൽ റോസ് കളറിലുള്ള ആ ഒരു ഹെയർ വന്ന് സയൻസിന്റേതായിട്ടുള്ള ആ ഒരു വാലും കൂടാതെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഓറയും ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ലുക്ക് തന്നെ വേറെ ലെവലിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് കാണുന്ന വെജിറ്റയും പിക്കലും ആണെങ്കിൽ ഇത് എന്തു പവർ ആണെന്ന രീതിയിൽ ഞെട്ടിക്കൊണ്ട് നോക്കുകയാണ്. അങ്ങനെ സൂപ്പർ സൈൻ 4ൽ മാറിയ നമ്മുടെ ഗോക്കു ഗോമയുമായി പിന്നെയും ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നു. ഇവിടെ നമ്മുടെ ഗോക്കു സൂപ്പർ സൈൻ 4 ആണ്. ഗോമയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ ഇവിടെ സാധിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫൈറ്റ് കണ്ടിന്യൂ ആകുന്ന സമയത്ത് ആ ഒരു ഗോമയുടെ കയ്യിലുള്ള തേർഡ് ഐ വെച്ച് ഗോമയ്ക്ക് പവർ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഫൈറ്റിനിടയിൽ നമ്മുടെ ഗോമ അവിടെ ഉണ്ടായ പാറ കഷ്ണങ്ങളൊക്കെ എടുത്ത് അത് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഗോക്കു പതിയെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഗോമയുടെ അടുത്തെത്തി ഗോമയ്ക്ക് നേരെ ഒരു വലിയൊരു ഫ്ലാഷ് ഇവിടെ ഗോക്കു വിടുന്നുണ്ട്. അങ്ങനെ ഗോമ ഡിഫീറ്റ് ആയി എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ഗോമയാണെങ്കിൽ ദേഷ്യത്തിൽ അടുത്ത ഫൈറ്റിന് വേണ്ടി റെഡി ആയിരിക്കും. അങ്ങനെ ഈ സമയം നമ്മുടെ ഗോക്കുവിനെ ഹെൽപ്പ് ചെയ്യാൻ ഗ്ലോറിയോ, ടെമഗാമി, പിക്കലോ, ഷിൻ 4 പേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ വെജിറ്റ നേരത്തെയുള്ള ഒരു അടിയിൽ നല്ല രീതിയിൽ വീക്ക് ആയതുകൊണ്ട് വെജിറ്റയ്ക്ക് ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് ഗോമയെ വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഗോക്കുവിന്റെ ഫ്രണ്ട്സ് ഗോക്കുവിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഗോക്കു ഈ ഒരു ഫൈനൽ അറ്റാക്കിൽ തീർക്കാമെന്ന് കരുതി ഗോക്കു തന്റെ പവർ ചാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ ഒരു ടൈമിൽ നമ്മുടെ ഗോമയെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മുടെ പിക്കലയും ഗ്ലോറിയോയും തന്റെ മുഴുവൻ പവറും പുറത്തെടുത്ത് പിക്കലോ ആണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ
ബീം കാനോൺ മുഴുവനായും ചാർജ് ചെയ്ത്, എന്നാൽ നമ്മുടെ ഗ്ലോറിയോ ആണെങ്കിൽ തന്റെ ലൈറ്റ്നിങ് മാജിക് പവർ മുഴുവനായും ചാർജ് ചെയ്ത് ഗോമയ്ക്ക് നേരെ വിടുന്നു. എന്നാൽ ഗോമയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും പിന്നെയും അടിച്ചിടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോകു മുഴുവനായും ചാർജ് ചെയ്ത് കാമേഹാമേഹ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഗോമയാണെങ്കിൽ ഗോകുവിന് അടുത്തെത്തി ഗോകുവിന് നേരെ ഒരു പഞ്ച് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു പഞ്ചിൽ ഗോകു തെറിച്ച് ഡിഫീറ്റ് ആയി എന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും ഗോകു കറങ്ങി കാമേഹാമേഹ എന്ന് പറഞ്ഞ് ഗോമയുടെ നേരെ ആ ഒരു അറ്റാക്ക് വിടുന്നു. ആ ഒരു ഗോകുവിന്റെ ആ ഒരു കാമേഹാമേഹ അറ്റാക്കിൽ അവിടെ വലിയൊരു ഇമ്പാക്ട് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അവസാനം ഗോകു ഗോമയെ ഡിഫീറ്റ് ആയി എന്ന് കരുതി ഗോമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഗോമ ആ ഒരു തേർഡ് ഐയുടെ മുഴുവൻ പവർ വെച്ച് ഒരു വലിയ ജയന്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഗോകു പിന്നെയും ഗോമയെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഗോമയുടെ ഒരൊറ്റ അടിയിൽ തന്നെ നമ്മുടെ ഗോകു താഴെ വീഴുന്നു. അപ്പോൾ തന്നെ ഗോമ തന്റെ തേർഡ് ഐ പവർ വെച്ച് ഒരു ബോൾ പോലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് ഗോകുവിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ അതിനുള്ളിൽ അകപ്പെട്ട നമ്മുടെ ഗോകു പതിയെ തന്റെ പവർ ഓരോന്നോരോന്നായിട്ട് കുറയാൻ തുടങ്ങുന്നു. അതായത് ഇപ്പോൾ ഗോകു സൂപ്പർ സൈൻ 4 ഉള്ളത്, പതിയെ സൂപ്പർ സൈൻ 3 പിന്നീട് സൂപ്പർ സൈൻ 2, സൂപ്പർ സൈൻ 1 അങ്ങനെ കുറയാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ ഗ്ലോറിയോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് അനിസു ഗ്ലോറിയോയുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസിൽ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അനിസു പറയും, നീ വേഗം ഡ്രാഗൺ ബോൾ എടുത്ത് ഇവിടെ വരാൻ വേണ്ടിയും പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ബേസ് ഫോമിലായി താഴെ വീണിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഗ്ലോറിയോ ആണെങ്കിൽ ഹൈബീസിന്റെ അടുത്ത് നിന്നും ആ ഒരു 2 ഡ്രാഗൺ ബോൾസും എടുത്ത് അനിസുവിന്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ അനിസു പറയും, ഇനി അടുത്ത ഡീമൺ കിങ് ആകാൻ പോകുന്നത് ഞാനാണ്, ഈ വേഗം തന്നെ പൊറുങ്കയെ സമൺ ചെയ്ത് കൊണ്ടുപോവാ എന്നും പറയുന്നു. അതായത് ഈ ഒരു പൊറുങ്ക എന്ന് പറയുന്നത് ആ ഒരു ഡ്രാഗൺ ബോളിൽ നിന്നും വരുന്ന ഡ്രാഗൻ ആണ്. അതായത് നമ്മുടെ എർത്തിലുള്ള ഡ്രാഗൺ ബോളിൽ നിന്നും ആ ഒരു ഷെൻറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗൻ വരുന്നില്ലേ, അതുപോലെയാണ് ഇവിടെയും. എന്നാൽ ഈ സമയം നമ്മുടെ ഗ്ലോറി എടുത്തു നോക്കിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ 2 മൈൻഡിലാണ് ഉള്ളത്. ഇത് കാണുന്ന അനിസു ആണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോഴാണ് ഗ്ലോറിയോ നമ്മുടെ ഗോകുവും ഫ്രണ്ട്സും ഗോമയെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നതും അതുകൂടാതെ ഇവരുടെ അഡ്വഞ്ചറിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്ലോറിയോയുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഗ്ലോറിയോ 3 ഡ്രാഗൺ ബോൾസ് ഒരുമിച്ച് വെച്ച് ആ ഒരു നാമക്കൻ ലാംഗ്വേജിൽ പൊറുങ്കയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് ഈ ഒരു ഗ്ലോറിയോക്ക് ഈ ഒരു നാമക്കിന്റെ ലാംഗ്വേജ് അറിയാം. അങ്ങനെ അതിനുശേഷം ഈ ഒരു ഡ്രാഗൺ ബോളിൽ വരുന്ന ആ ഒരു ഡ്രാഗനെയും കാണിക്കുന്നു. ഈ ഡ്രാഗൺ ബോളിൽ നിന്ന് വരുന്ന പൊറുങ്ക കാണാൻ ചുവപ്പ് നിറത്തിലാണ് ഉള്ളത്. എന്നാൽ ഇത് കാണുന്ന ബുൾമയാണെങ്കിൽ ആ ഒരു നാമക്കൻ പ്ലാനറ്റിലുള്ള അതേപോലുള്ള ഒരു ഡ്രാഗൻ ആണ് ഇതു എന്നും പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഷിൻ ആണെങ്കിൽ ഗ്ലോറിയാണ് ഇത് ചെയ്തത് എന്നും അനീസിന് വേണ്ടി ഇവൻ വർക്ക് ചെയ്യുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരും മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു പൊറുങ്ക പറയും, നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് കാണുന്ന നമ്മുടെ ഗോമയാണെങ്കിൽ പൊറുങ്കയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ ഡ്രാഗൻ ഒരൊറ്റ അടിയിൽ തന്നെ ഗോമയെ അങ്ങ് തെറിപ്പിച്ചു വിടുന്നു. അങ്ങനെ അതിനുശേഷം അനീസ് പറയും, നീ വേഗം വിഷ് പറ, എന്നെ ആ ഒരു ഡീമൺ കിങ് ആക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗ്ലോറിയോ കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് ആ ഒരു നാമക്കൻ ലാംഗ്വേജിൽ ഗ്ലോറിയോ വിഷ് പറയുന്നു. അതോടുകൂടി ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവസാനമായി ഗ്ലോറിയോ എന്ത് വിഷായിരിക്കും പൊറുങ്കയോട് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മറക്കാതെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം.